ഹായ് ഗൈസ്, നമ്മള് ഇപ്പൊ നേരെ കണ്ണമ്മൂലയ്ക്ക് പൊക്കോണ്ടിരിക്കുക. സത്യത്തില് അച്ഛന് ഇപ്പൊ ഒരു 4-5 മാസം കൂടിയിരിക്കുമ്പോ ശരിക്കും പറഞ്ഞാല് ഒരു അസ്വസ്ഥത, വയറിന് ഒരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ്. അപ്പൊ അതിന് നമ്മളിപ്പോ 3-4 പ്രാവശ്യം ഡോക്ടറെ പോയി കണ്ടു. പക്ഷെ അന്നേരം എല്ലാം നമ്മള് അന്നേരത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നേരെ ഇങ്ങ് പോരും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 4-5 മാസം കഴിയുമ്പോൾ വീണ്ടും വയറിന് അസ്വസ്ഥത. ഇതിപ്പോ ചെങ്ങന്നൂർ വെച്ച് എനിക്ക് തോന്നുന്നു എത്ര പ്രാവശ്യം വന്നമ്മോ? ആ ഒരു 4 പ്രാവശ്യമായി കാണും. ചെങ്ങന്നൂർ വെച്ച് ഒരു 4 പ്രാവശ്യമായി. അപ്പം അങ്ങനെ റെഗുലറായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? പിന്നെ നമ്മുടെ അച്ഛൻ്റെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ഫിസിഷ്യന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടി. അപ്പൊ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ നേരെ കണ്ണമ്മൂല ചട്ടമ്പിസ്വാമി നഗറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആശുപത്രി അവിടെ ചെന്നിട്ട്, അതായത് ഡോക്ടറുടെ വീട്ടിൽ ചെന്നിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് ബാക്കി വിവരങ്ങൾ ഞാൻ പിന്നീട് അറിയിക്കാം. ഓക്കെ. അങ്ങനെ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിലൊക്കെ പോയിട്ട് തിരിച്ചെത്തി. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ അച്ഛന് കുറേ ടെസ്റ്റിന് എഴുതി തന്നു. അതായത് ഈ ഉദര സംബന്ധമായിട്ടുള്ള വിഷയം ആയതുകൊണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അച്ഛന് ഇപ്പം ഏകദേശം ഒരു 4 ഗുളികയാണ് ഒരു ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രഷറിന്, ഷുഗറിന്, പിന്നെ വേറെന്തോ അതെ ഗ്യാസിനുള്ള ഒരു ഗുളിക, അങ്ങനെ ഏകദേശം ഒരു 4 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. പിന്നുള്ളതെന്ന് പറയുന്നത് ഡോക്ടർ എക്സ്ട്രാ ഒരു ഗുളികയും കൂടെ കുറിച്ച് കൊടുത്തു അച്ഛന്. കാരണം ഈ വയറിൻ്റെ വെപ്രാളം, അച്ഛന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ രാവിലെയൊക്കെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വയറ്റിൽ ഒരു വെപ്രാളവും അസ്വസ്ഥതയും എല്ലാം കൂടെ ഉണ്ടായിട്ട് ഈ ഛർദ്ദിക്കാൻ വരുന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രഷർ ഒരു ചെറിയ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം 3 ദിവസം അടുപ്പിച്ച് രാവിലെ 8 മണി, ഉച്ചയ്ക്ക് 2 മണി, രാത്രി 8 മണി, ഇങ്ങനെ 3 ദിവസം 3 നേരം എന്ന് പറയുമ്പോൾ 9 നേരത്തെ പ്രഷർ ടെസ്റ്റ് ചെയ്യണം. അതിവിടെ നമ്മുടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി. പ്രഷർ നോക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ, ലാബിലൊന്നല്ല, പ്രഷർ നോക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി ടെസ്റ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്കും വയറിന് ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടെന്നുള്ളത് ഡോക്ടറോട് പറഞ്ഞപ്പം അമ്മയും നോക്കി, ചികിത്സിച്ച് ട്രീറ്റ്മെൻറ്റ് നോക്കി. അപ്പം അമ്മയോടും ഇതുപോലെ തന്നെ 3 നേരം പ്രഷർ നോക്കിയിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ 2 പേർക്കും പ്രഷറിൻ്റെ വേരിയേഷൻ ഉണ്ട്. അച്ഛൻ കഴിക്കുന്ന ഗുളികയും അമ്മ കഴിക്കുന്ന ഗുളികയും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അച്ഛനും ഒരു ഗുളിക എക്സ്ട്രാ കുറിച്ച് കൊടുത്തു, അമ്മയ്ക്കും ഒരു ഗുളിക എക്സ്ട്രാ കുറിച്ച് കൊടുത്തു, ഈ വെപ്രാളം, വയറിൻ്റെ ഒരു വെപ്രാളം മാറാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ അമ്മയ്ക്ക് വയറിന് വെപ്രാളമൊന്നുമില്ല. അമ്മയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ഛനെ കാണിക്കാൻ പോയത് കൊണ്ട് അമ്മയും കൂടെ ഡോക്ടറെ അത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അമ്മയ്ക്ക് വയറിങ്ങനെ വീർത്തിരിക്കുന്നത്. ഇപ്പോൾ വയറ് വീർത്തിരിക്കുന്നതിന് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പ്രായമൊക്കെ ആകുമ്പോൾ നമ്മുടെ വയറ് ഓട്ടോമാറ്റിക്കലി വീർക്കുമല്ലോ, അതായിരിക്കാം അവസ്ഥ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സത്യത്തിൽ എനിക്ക് ഇപ്പോൾ ഒരു ഭഗവതി സേവയ്ക്ക് പോകേണ്ടതാണ്. എന്നാ ട്രാഫിക് ജാം ആയിരുന്നു എന്നറിയാമോ? അവിടെ പാപ്പനംകോട് ഏതോ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 1.5 മണിക്കൂറാണ് ബ്ലോക്കിൽ കിടന്നത്. ഇതിപ്പം ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിവാദമാകും. എന്നാലും ഇങ്ങനെ ഈ പൊതു സ്ഥലങ്ങളിൽ നടത്തുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ പബ്ലിക് റോഡുകളിൽ, കാരണം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതാണല്ലോ മനുഷ്യന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണല്ലോ ഈ റോഡും ഗതാഗത സംവിധാനവും കാശ് കൊടുത്ത് വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് റോഡിലിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ നടത്താൻ എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ ഉൾപ്രദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ റോഡ് സൈഡിൽ കൂടെ മറ്റ് വാഹനങ്ങൾക്ക്, ഇപ്പോൾ ഇതുവഴിയൊക്കെ സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഹൈവേ കൂടെ നമ്മുടെ ഈ ആറ്റുകാല ഉത്സവമൊക്കെ വരുന്ന സമയത്ത് വിളക്ക് കെട്ടും കൊണ്ടുപോകും. പക്ഷെ അവർ എത്ര നീറ്റായിട്ടാണെന്ന് പറഞ്ഞാൽ ഒരു ട്രാഫിക് തടസ്സവും ഇല്ലാതെ നീറ്റായിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ റോഡ് ഏകദേശം ഒരു വണ്ടി നീങ്ങുന്നേ ഇല്ല. 1.5 മണിക്കൂറോളം നമ്മൾ അങ്ങനെ ചവിട്ടിപ്പിടിച്ച് കിടന്നിട്ടാണ് സത്യം പറഞ്ഞാൽ ഇനി എത്തിയത്. പിന്നെ ഇനിയിപ്പം നാളെ രാവിലെ അമ്പലമുണ്ട്, ഇന്നിനിയിപ്പോൾ ഒരു ഭഗവത് സേവയ്ക്ക് പോകണം. ഇനിയിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ 7 മണിക്ക് അവിടെ എത്തുമെന്ന് പറഞ്ഞതാണ്. ഇപ്പം തന്നെ ഏകദേശം 8:30 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ എപ്പം ഭഗവത് സേവയ്ക്ക് പോകുമെന്തോ, എന്തായാലും നോക്കട്ടെ. അപ്പോൾ
എന്തായാലും ഞാൻ ഇനിയിപ്പം നേരെ ഭവസേവയ്ക്ക് പോയിട്ട് വരട്ടെ. രാവിലെ അങ്ങനെ അമ്പലമൊക്കെ കഴിഞ്ഞിട്ട് എത്തി. ഇനിയിപ്പം കാപ്പിക്ക് എന്തോന്നുള്ളത് നോക്കട്ടെ. എന്തോ കാപ്പിക്ക്? ഇഡലിയും ചമ്മന്തിയുമോ? ഞാൻ കുറെ പച്ചക്കറിയും വാങ്ങിച്ചോണ്ട് വന്നു. അതുപോലെ കണ്ടില്ലേ പാലും വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. അമരപ്പയറ്, മുരിങ്ങയ്ക്ക, അയ്യോ പയറ്. നമ്മുടെ ഇവിടെ സത്യം പറഞ്ഞ ഇവിടെ കാണിക്കാമണ്ഡപത്തെ ഒരു ഹോൾസെയിൽ പച്ചക്കറി കട ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ 100 രൂപയായതാ ഇത്രയും ഒരു കിറ്റ് വാങ്ങിച്ചതിന്. ഇതെവിടെ നമ്മ ഇപ്പേരി അവിടെ വറുത്തത്? അതെന്താ? എവിടുന്ന് കിട്ടി? കായ എവിടെ നിന്ന് കിട്ടി? അവള് നേമത്ത് കൊണ്ടുവന്നു. ശരി ശരി ശരി. അയ്യോ എനിക്ക് വിശക്കുന്നു. അമ്മ ഇതൊക്കെ എടുത്തു വെച്ചോ. ഞാൻ പോയി. ഇതെന്തോ ഇങ്ങനെ പേപ്പറിനകത്ത് ഇട്ട് വെക്കുന്നേ? ഫ്രിഡ്ജിൽ വെക്കുന്നതിനാണോ? അതെന്തുവാ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് കേടാകത്തില്ലല്ലേ? ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പൊതിഞ്ഞു വെക്കും ഇല്ലേ? അത് കൊള്ളാം കേട്ടോ, നല്ലൊരു ഐഡിയ. അതൊന്നും പൊതിയണ്ടേ? മുരിങ്ങ അതൊന്നും വേണ്ട, ഇത് മാത്രം ഇല്ലേ? അമരപ്പയറും മറ്റേ പയറും എല്ലാം. ഇവിടെ കുറെ പേപ്പർ അമ്മ എടുത്തിട്ടിട്ടുണ്ട്. പൊതിഞ്ഞ് ഓരോരോ സാധനങ്ങൾ പൊതിഞ്ഞ് വെക്കുന്നു. ഇതിനെ പക്ഷേ ഈ നമ്മുടെ പോത്തീസിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ കിറ്റ് കിട്ടും കേട്ടോ. ഇതിങ്ങനെ പൊതിഞ്ഞ് വെക്കാനായിട്ട് പൊതിയാനുള്ള ചെറിയ പേപ്പറല്ല, ഒരു കിറ്റ് പോലെ. അത് പക്ഷെ ഒരു കാര്യമുണ്ട്, അത് പന്നലായി കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി ഉപയോഗിക്കാവോ? എന്തോ അത് നോക്കണം കേട്ടോ, ചോദിക്കണം എങ്ങനെയാണോ അതിന്റെ സംഭവം എന്നുള്ളത്. എനിക്ക് വിശക്കുന്നു, ഞാൻ കാപ്പി കുടിക്കട്ടെ. ബെല്ലക്കുട്ടൻ എവിടെ? ഇഡലി ചമ്മന്തി. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാപ്പി കുടിച്ചിട്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഇന്നലെ രാത്രിയിൽ ഭഗവത് സേവ കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം വരാനായിട്ടേ കുറച്ച് ലേറ്റായിപ്പോയി. കുറച്ച് ലേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 12 മണി 12:30 ആയി. അപ്പോൾ ഉറക്കക്ഷീണമുണ്ട്, വിശക്കുകയും ചെയ്യുന്നു. ഇപ്പം നേരെ കാപ്പി കുടിച്ചിട്ട് പോയി കിടന്ന ഒറ്റ ഉറക്കം. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ. അച്ഛന് ഇപ്പോൾ ഇന്നലത്തെ ആശുപത്രി പോയതിൻ്റെ മരുന്ന് എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് തുടങ്ങി. നമ്മുടെ ബെല്ലാരും കൂട്ടെന്താ ഇവിടെ ഉണ്ട്. എന്താ ബെല്ലക്കുട്ടനെ വീഡിയോയിൽ കാണിച്ചില്ലെന്നും പറഞ്ഞ് അവനൊരു പരാതി വേണ്ട. ആണോ? ഇത് ബെല്ലക്കുട്ടന്റെ കളിക്കാനുള്ള മൂഡില് അവൻ കാണിക്കുന്നത് ഇങ്ങനെ. അവന് എന്നെ കടിക്കുന്നതാണ് കളി. എന്നെ നല്ല ആരെയായാലും അവന് ചാടി നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചാടി നമ്മളെ കടിച്ചുകൊണ്ടിരിക്കും. അതാണ് അവന്റെ മെയിൻ കളി എന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും കാപ്പി കുടിക്കട്ടെ. സത്യത്തിലേ ഇന്ന് ഒരു 3-4 കൂട്ടം പ്രോഗ്രാമുകൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന. ഇനിയിപ്പോൾ വയ്യാന്ന് പറഞ്ഞാൽ കാപ്പി കുടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ AC ഒക്കെ ഇട്ടു, ഫാനിട്ടു. AC-യും ഫാനും കിട്ടും കേട്ടോ. എന്നാ ചൂടായി ഇപ്പോഴത്തെ ഇല്ലേ. സത്യം പറഞ്ഞാൽ മൊബൈലിൽ ഇപ്പം കാണിക്കുന്നത് ഇപ്പോൾ ഒരു 33 ഡിഗ്രിയൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ 33 ഡിഗ്രി പോലും നമുക്ക് സഹിക്കാൻ വയ്യ. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയ സമയത്ത് ഒരു 38 ഡിഗ്രി വരെ സത്യം പറഞ്ഞാൽ ചൂട് നമ്മളിവിടുത്തേത് കയറി എന്ന് പറയുമ്പോൾ 4 ചോദിക്കേ, ഏകദേശം ഗൾഫിലെയൊക്കെ ആ ഒരവസ്ഥ, നല്ല ചൂട്. അപ്പോൾ ഇനിയിപ്പോൾ സുഖമായിട്ട് ഉറങ്ങട്ടെ. ഉറങ്ങിയിട്ട് ഉച്ചയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ എണീക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഗൈസ്. പിന്നെ ചോറ് വിളമ്പിയിട്ട് അമ്മ വിളിക്കുമായിരിക്കും. എന്തായാലും ഒരു 3 മണി വരെ സുഖമായിട്ട് ഉറങ്ങണം. ഇപ്പോൾ 11:30 മണിയായി. 12:30, 1:30, 2:30, 3 3.5 മണിക്കൂർ ഞാൻ ഇനിയിപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.